എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം. ഇന്നിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ്. 54 വയസ്സുണ്ട്. തിരുവോണം നക്ഷത്രമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് വീട്. പ്രത്യേകിച്ചൊരു ഇത് അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഏതൊരു ആലോചന ആയാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നായർ യുവതിയാണ്. 24 വയസ്സാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ചോതി നക്ഷത്രമാണ്. തൃശ്ശൂർ ജില്ലയിലാണ് വീട്. ഇടത്തരം ഫാമിലിയാണ്. അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇഴവ യുവതിയാണ്. 33 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. ഡിഗ്രിയാണ്. ഉത്രട്ടാതി നക്ഷത്രം. കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവർ കുട്ടികളുള്ളതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ് വീട് വരുന്നത്. ജില്ല അങ്ങനെ ജോലി അങ്ങനത്തെ ഒരു പ്രത്യേക ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഇടത്തരക്കാരാണ്. ഇടത്തരം ഫാമിലി എന്നുള്ള ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 28 വയസ്സുണ്ട്. പുണർദം നക്ഷത്രമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. എയർപോർട്ടിൽ ജോലിയുണ്ട്. പ്രൈവറ്റ് ജോബാണ്. ദുബായിലാണ്. മലപ്പുറം ജില്ലയിലാണ് വീട്. മലപ്പുറം ജില്ലയിൽ തിരൂർ ഭാഗത്താണ്. അപ്പോൾ അവർ വിദേശത്തുള്ളതോ അല്ലെങ്കിൽ നാട്ടിലുള്ള നല്ല ഇതായിട്ടുള്ള അധികം നോക്കുന്നത് വിദേശമാണ്. വിദേശത്തിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇടത്തരം ഫാമിലിയാണ്. വലിയ ഹൈ ലെവലുള്ള ആൾക്കാരൊന്നുമല്ല. ജോലി അവിടെയാണ് എന്നുള്ള ആ ഒരു ഇത് മാത്രമാണുള്ളത്. അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ്. 41 വയസ്സുണ്ട്. ഫസ്റ്റ് മാരേജാണ്. ഭരണി നക്ഷത്രം. ചിത്തിരയാണ് നക്ഷത്രം വരുന്നത്. +2 ആണ്. വിദ്യാഭ്യാസം ഡിപ്ലോമയാണ്. ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല. പുനർവിവാഹം ആയാലും നോക്കാം. കുട്ടികളുള്ളതായാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്വഭാവമുള്ള ആ കുടുംബം നോക്കുന്ന നല്ലൊരാളാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 31 വയസ്സുണ്ട്. ഉത്രാടം നക്ഷത്രമാണ്. ഡിഗ്രിയാണ്. അക്കൗണ്ടൻ്റാണ്. പ്രൈവറ്റായിട്ട്. തൃശ്ശൂർ ജില്ലയിലാണ്. മീഡിയം ഫാമിലിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഈഴവ യുവതിയാണ്. 23 വയസ്സ്. വിശാഖം നക്ഷത്രം. ഡിഗ്രിയാണ്. അച്ഛൻ ഡ്രൈവറാണ്. ജോലി ഏതായാലും കുഴപ്പമില്ല. വരുമാനമുള്ളൊരു തൊഴിലുണ്ടാവണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നായർ യുവതിയാണ്. 29 വയസ്സ്. ഡിഗ്രിയാണ്. ഡിസൈനറാണ് ആൾ. തൃക്കേട്ട നക്ഷത്രമാണ്. ചെന്നൈയിലാണ് ജോലിയുള്ളത്. ഇപ്പോൾ ചെന്നൈയിലുള്ള ആലോചനകളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്കാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ചെന്നൈയിൽ നിന്ന് മാത്രമല്ല ബാംഗ്ലൂർ, കോയമ്പത്തൂർ അങ്ങനെയൊക്കെയുള്ള കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ആലോചനയാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത്. ഓക്കെ. അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ്. 24 വയസ്സ്. കാർപ്പൻ്ററാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ടീച്ചറാണ്. പൂരാടം നക്ഷത്രം. പ്രൈവറ്റാണ് കേട്ടോ. പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ്. അച്ഛൻ ആശാരിപ്പണിയാണ്. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇന്ന ജോലി വേണം, ഇന്ന വിദ്യാഭ്യാസം വേണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അനുയോജ്യമായത് ഏതായാലും നോക്കാമെന്നാണ് പറഞ്ഞത്. ഇടത്തരം ഫാമിലിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 26 വയസ്സുണ്ട്. +2 ആണ് വിദ്യാഭ്യാസം വരുന്നത്. മകീര്യം നക്ഷത്രമാണ്. സാധാരണ ഫാമിലിയാണ്. പാലക്കാട് ജില്ലയിലാണ്. അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഏതൊരു ആലോചനയായാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഈഴവ യുവതിയാണ്. 43 വയസ്സ്. ഭർത്താവ് മരണപ്പെട്ടതാണ്. ജാതി ജില്ല ഒന്നും പ്രശ്നമില്ല. കൊല്ലം ജില്ലയിലാണ്. നല്ല സ്വഭാവമുള്ള ദുശീലങ്ങളില്ലാത്ത ഒരാളാവണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു മീഡിയം ഫാമിലിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 49 വയസ്സ്. ആദ്യ വിവാഹമാണ്.
കുട്ടികളുള്ളതായാലും നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ്. ജാതി ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 25 03 2008 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 25 വയസ്സ്, ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. മകൻ നക്ഷത്രമാണ്. പാലക്കാട് ജില്ലയിലാണ്. അച്ഛന് കൂലിപ്പണിയൊക്കെയാണ്. സാധാരണ ഒരു ഫാമിലിയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 27 വയസ്സ്, തൃക്കേട്ട നക്ഷത്രമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തൃശ്ശൂർ ജില്ലയിലാണ്. അച്ഛനില്ല, അച്ഛൻ മരണപ്പെട്ടതാണ്. സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ്. 27 വയസ്സ്, ഡിഗ്രിയാണ്. ഉത്രം നക്ഷത്രം, ശുദ്ധജാതകമാണ്. കോഴിക്കോട് ജില്ലയിലാണ്. ശുദ്ധജാതകമാണെങ്കിലും ചെറിയൊരു പാപമുള്ള ജാതകമൊക്കെ ചേരുന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ്. 22 വയസ്സ്, ഒറ്റ മകളാണ്. കാർപ്പൻ്ററാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. അച്ഛനില്ല, അച്ഛൻ മരണപ്പെട്ടതാണ്. അമ്മ ടൈലറാണ്. രേവതിയാണ് നക്ഷത്രം. മലപ്പുറം ജില്ലയിലാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു SC യുവതിയാണ്. 26 വയസ്സ്, ഡിഗ്രിയാണ്. ഭരണി നക്ഷത്രം. മിസ്സിയിൽ ഏതൊരു ആലോചനയും നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പെൺകുട്ടിയുടെ വീട് വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അടുത്തതൊരു ഹിന്ദു യുവതിയാണ്. 39 വയസ്സുണ്ട്. കമ്പനി ജോലിയാണ്. കമ്പനി അക്കൗണ്ടൻ്റാണ്. കാർത്തിക നക്ഷത്രമാണ്. അച്ഛനില്ല, അമ്മയും ഒരു ബ്രദറുമാണുള്ളത്. തൃശ്ശൂർ ജില്ലയിലാണ്. അവർ ജാതി ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഏതൊരു ആലോചനയായാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 42 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 32 വയസ്സ്, ആദ്യ വിവാഹമാണ്. ഡിഗ്രിയാണ്. വിശാഖം നക്ഷത്രം, ഇടത്തരം കുടുംബമാണ്. പാലക്കാട് ജില്ലയിൽ. അവർക്കും പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നാണ്. പിന്നെ അവരുടെ കാര്യങ്ങൾ പാർട്ടി വിളിക്കുമ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 90 99 468 568 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. BEd ആണ്. 35 വയസ്സുണ്ട്. ഡൈവോഴ്സാണ്. ഇടത്തരം സാമ്പത്തികം. കുട്ടികളില്ല. ഇനിയിപ്പോൾ കുട്ടികളുള്ളതായാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്ന് മാത്രമേ ഉള്ളൂ. നായർ തന്നെ ആവണമെന്നില്ല. അനുബന്ധ ജാതി ആയാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. SC അല്ലാതെ വേറെയുള്ള കാസ്റ്റൊക്കെ ആണെങ്കിൽ നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 99 468 568 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ഡീറ്റെയിലാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക, നടക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്കും തന്നെ അങ്ങനെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മളും ഡീറ്റെയിൽസ് തരുന്നത്. പക്ഷേ പഴയ ഒന്നും ഒരു ഇതല്ല. പെൺകുട്ടികളുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇപ്പം നമ്മളൊരു ഡീറ്റെയിൽ കൊടുത്ത് അത് സംസാരിച്ചിരിക്കുമ്പോഴാവും വേറെ ഏതെങ്കിലും ഒരു ബ്യൂറോയിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു ബ്രോക്കർ വേറെ അതിലും കുറച്ചുകൂടെ നല്ലതൊന്ന് കിട്ടുക. അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഇത് ഒഴിവാക്കുന്നൊരു പ്രവണത കാണാനുണ്ട്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഡീറ്റെയിൽ തരാം അങ്ങനെ തന്നെ പറ്റുള്ളൂ. നടത്തിത്തരാ എന്നുള്ളൊരു വാക്ക് ഞാൻ ആരോടും പറയുന്നില്ല. പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് എന്നും നമ്മൾ ആരോടും പറയില്ല. കാരണം ഡീറ്റെയിൽ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബയോഡാറ്റ ആയിട്ട് സെയിമായി പോവേണ്ടേ, അങ്ങനെയുള്ളതല്ലേ പറ്റുള്ളൂ. ചില കാസ്റ്റുകൾ റെയറായിട്ടുള്ള കാസ്റ്റാണ്. പിന്നെ അങ്ങനെയുള്ളവരൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള കാസ്റ്റ് നോക്കുമെന്ന് അവരോട് ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് റെയറായിട്ടുള്ള കാസ്റ്റാകുമ്പോൾ അധികം കുട്ടികൾ ഉണ്ടാവില്ല. ഉള്ളവരൊക്കെ നല്ല പഠിച്ചവരും ആയിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും എന്താ ഞങ്ങളടുത്തുനിന്ന് രജിസ്ട്രേഷൻ ചാർജ് വാങ്ങി ഞങ്ങളെ പറ്റിച്ചു ഇങ്ങനെയാണ് പറയുന്നത്. ആർക്കായാലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്താ ചെയ്യുക, അപ്പോൾ ഞാനാണ് ആ സ്ഥാനത്ത് നിന്ന് 2000 രൂപ അടച്ചു എന്നുണ്ടെങ്കിൽ എനിക്കും തോന്നും ഞാൻ 2000 അടച്ചില്ലേ, പിന്നെ ഇവർക്ക് എന്താ തന്നാൽ ഡീറ്റെയിൽ തന്നാൽ എന്താണെന്നുള്ളതാണ്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് അത് ആ ഫീൽഡിലൊക്കെ പോയി ഡീറ്റെയിലൊക്കെ കളക്ട് ചെയ്ത് നോക്കി വെക്കണം. ഇന്നിപ്പോൾ ഡീറ്റെയിലിന് വേണ്ടി നമ്മളൊരു ഫീൽഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ ഗേറ്റ് പോലും ആൾക്കാർ തുറക്കില്ല. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താ ഏതോ 100 ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഒരാളുടെ ബയോഡാറ്റ തരാനായിട്ട് പെൺകുട്ടികളുടെ തരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഒരു പേടി പോലെയാണ്.
അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് സർവീസ് ചെയ്യണം തന്നെയാണ് എൻ്റെ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങി വന്നതും ഇത്രയും നാൾ പിടിച്ചു നിന്നതും ഒക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മളെ മനസ്സാക്ഷിക്ക് 100% ചെയ്യാൻ കഴിയണില്ല എന്നുള്ളൊരിതുണ്ട്. അത് സത്യം തന്നെയാണ്. നിങ്ങളാരും ഞാൻ കുറ്റം പറയുകയല്ല, കുറ്റപ്പെടുത്തിയതുമല്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു ചെറിയ ചാനൽ അത് നമ്മളിതുപോലെ മുന്നോട്ട് പോയത്. ഇപ്പോൾ 4 വർഷത്തോളമായി ഈ ചാനലായിട്ട് തന്നെ നമ്മൾ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.